ദൈവത്തെ അനുസരിച്ച് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ പകുതിയിലധിക സമയവും മോശമായ അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടായതെങ്കിൽ ഭാരപ്പെടേണ്ട. ഓർമ്മിക്കുക, ദൈവം അന്നേ ദിവസം നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിട്ടല്ലാതെ സൂര്യൻ അസ്തമിക്കുകയില്ല. ഞാൻ കണ്ണൂർ ജില്ലയിൽ സുവിശേഷ സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തളിപ്പറമ്പിന് കിഴക്ക് കൊടുവള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞാൻ സുവിശേഷ പ്രവർത്തനം നടത്താനായിട്ട് ആരംഭിച്ചു. അവിടെ എല്ലാം സഞ്ചരിച്ചു, ഒരുപാട് സ്ഥലത്തിൽ എഴുതി കൊടുത്തു, ആളുകളോട് സംസാരിച്ചു. പക്ഷേ എനിക്ക് നല്ല ഒരനുഭവം അവിടെ ഉണ്ടായില്ല. എന്ന് വെച്ച് ആ ദേശത്തെ ആളുകൾ മോശക്കാരാണെന്ന് ധരിക്കരുത്. പലപ്പോഴും ചിലപ്പോഴൊക്കെ നല്ല മനുഷ്യരുള്ള ദേശത്തും നമുക്ക് മോശം അനുഭവങ്ങളുണ്ടാകാം. ഏതായാലും ഉച്ച കഴിഞ്ഞൊരു 2 മണി വരെ ഞാൻ ആ പ്രദേശത്ത് പ്രവർത്തിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അടുത്ത സ്ഥലമെന്ന് പറയുന്നത് നടുവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാനെത്തി. അതിലെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇറക്കം. ആ ഇറക്കത്ത് ഇടത്തെ സൈഡിൽ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒറ്റപ്പെട്ട ഒരു വീട് കണ്ടു. എൻ്റെ മനസ്സിൽ തോന്നി ആ വീട്ടിലേക്കൊന്ന് ചെല്ലണമെന്ന്. ഞാൻ സൈക്കിൾ സ്റ്റാൻഡിൽ അവിടെ ടാർ വഴിയുടെ സൈഡിൽ വെച്ചു. ഒറ്റയടിപ്പാത പോലെയാണ്, വലിയ മുഴുത്ത കല്ലുകളൊക്കെ ആ വഴി സൈഡിലുണ്ട്. അതിനിടയ്ക്കൂടെ നടന്ന് കയറി ഞാൻ ആ മുറ്റത്തെത്തി. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അപ്പച്ചനെ കണ്ട പ്രായമാണെങ്കിലും നല്ല സുമുഖനായ ഒരു വ്യക്തി. അമ്മച്ചി അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള ആളുകളാണ്. എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനൊരു സുവിശേഷകനാണെന്ന്. എന്നോടവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ അവർ കേട്ടു. അത് കഴിഞ്ഞ് ഈ അമ്മച്ചിക്ക് 2 കണ്ണിനും കാഴ്ചയുള്ള ആളല്ല. എന്തോ അസുഖം വന്നു, പിന്നെ ചികിത്സിച്ച് ഭേദമായിട്ടില്ല. അമ്മച്ചിക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പണ്ട് ഇസഹാക്ക് യാക്കോബിനെ ഏശാവാണെന്ന ധാരണയിൽ തപ്പി നോക്കിയതുപോലെ ഈ അമ്മച്ചി എന്നെ ദേഹത്തൊക്കെ തപ്പി നോക്കി. എന്നിട്ട് എൻ്റെ ഈ താടിക്ക് ഇങ്ങനെ പിടിച്ചു. എൻ്റെ കവിളിലൊരു ഉമ്മ തന്നു. അതൊക്കെ ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. വളരെ സന്തോഷമുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു, അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് എതിർഭാഗത്തിരുന്നു. ഞങ്ങൾ വളരെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴത്തേക്ക് ആ വീട്ടിലെ മരുമോള്, മോനെയും മറ്റുള്ള ആളുകളെ കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ കണ്ടില്ല. ആ മരുമോള് ഒരു ഗ്ലാസ് കടുങ്കാപ്പി അനത്തി ആ ബെഞ്ചെ കൊണ്ടുവച്ചു. എന്നോട് പറഞ്ഞു, 6 മുറയ്ക്ക് കുടിക്ക് നല്ല ചൂടുണ്ടെന്ന്. അപ്പച്ചനോട്ട് വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ 6 മുറയ്ക്ക് ഞാനതെടുത്ത് കുടിച്ചു. ബഹുരുചി തോന്നി. അതിൻ്റെ കാപ്പിപ്പൊടി, പഞ്ചസാര, അതിൻ്റെ കൂടി വീട്ടുകാരുടെ സ്നേഹം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടിയപ്പോൾ, ആ കോമ്പിനേഷൻ എല്ലാം കൂടെ കൂടിയപ്പോൾ എനിക്ക് ആ കടുങ്കാപ്പി പഞ്ചാമൃതം പോലെ തോന്നി. പഞ്ചാമൃതം എന്താണെന്ന് ഒരു പക്ഷേ ചിലപ്പം കേൾവിക്കാരിൽ പലർക്കും അറിയില്ലായിരിക്കും. എനിക്കും അറിയില്ലായിരുന്നു. ഒരിക്കൽ മാത്രമേ ഞാൻ ജീവിതത്തിൽ പഞ്ചാമൃതം കഴിച്ചിട്ടുള്ളൂ. അത് കൊല്ലം ജില്ലയിൽ ഞാൻ ഈ സുവിശേഷ സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാളിൽ വൈകുന്നേരം വിശ്രമിക്കാൻ ചെന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ അടുത്താണ് വള്ളിക്കാവ് മാതാ അമൃതാനന്ദമയ്യയുടെ ആശ്രമം. അപ്പോൾ ഞാൻ എൻ്റെ സൈക്കിളും എല്ലാം അവിടെ വെച്ചിട്ട് ഡ്രസ്സ് മാറി കുളിച്ച് റെഡിയായി നേരെ വള്ളിക്കാവിലേക്ക് പോയി. ആശ്രമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ, എല്ലാ ഭാഗവും കണ്ടില്ലെങ്കിലും മിക്കവാറും ഭാഗങ്ങളൊക്കെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ അതിലേക്ക് ചിലയിടത്ത് വലിയ മീറ്റിംഗ് നടക്കുന്നു, സന്യാസിമാർ സംസാരിക്കുന്നു, ആളുകൾ കേൾക്കുന്നു. ചിലയിടത്ത് അവിടെ ചില സന്യാസിമാരുടെ ദർശനത്തിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നു. അങ്ങനെ വേറെ ഒരു വലിയ ഹാളിൻ്റെ മുമ്പിൽ ആൾത്തിരക്കൊന്നുമില്ല. ഞാൻ അതിലേ ചെന്നപ്പം അപൂർവമായി അതിലെ കടന്നു പോകുന്ന ആളുകൾ, അവിടെ നിൽക്കുന്ന ഒരു സായിപ്പ് സന്യാസി, അദ്ദേഹം അവരെ ആംഗ്യ ഭാഷയിൽ തലയാട്ടി വിളിക്കും. അവരൊക്കെ ചെല്ലും, വലത്തെ കൈ നീട്ടും. ആ കയ്യിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ഒരു സ്പൂണ് കൊണ്ട് നല്ല കൊഴുത്ത ഒരു ദ്രാവകം അങ്ങോട്ട് ഒഴിക്കും. അവർ ഭക്തിയോടെ അത് ഭക്ഷിക്കും. ഞാനും അതിലേ ചെന്നപ്പോൾ ഈ സായിപ്പ് എന്നെ തലയാട്ടി വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാനും കൈ നീട്ടി. അദ്ദേഹം ഇതെൻ്റെ കയ്യിലേക്ക് ഒഴിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് പഞ്ചാമൃത.
ആ അപ്പോൾ എനിക്ക് മനസ്സിലായി വായിച്ചിട്ടുള്ള പഞ്ചാമൃതം ഇതാണല്ലോ എന്ന് വെച്ച് ഞാൻ കഴിച്ചു. പ്രിയമുള്ളവരെ, ബഹുരുചിയായിരുന്നു. 5 കൂട്ടം അമൃത് കൂട്ടിയാണ് ഇതുണ്ടാക്കുന്നത്. അത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിച്ച കടുങ്കാപ്പിക്ക് അതിമനോഹരമായ ഒരു രുചി വന്നു. കാരണം അതിൻ്റെ വസ്തുക്കളുടെ കോമ്പിനേഷനും ആ വീട്ടിലെ സ്നേഹവും ഇത് കൂടിയപ്പോൾ അതിമനോഹരമായി. നമ്മുടെ വീടുകളിൽ എത്രയോ പേര് വരുന്നുണ്ട്. നമ്മൾ എത്രയോ പേർക്ക് വെള്ളം കൊടുക്കുന്നു, പലതരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുന്നു. എന്നാൽ അതിന് രുചി കൂട്ടുന്നത് നമ്മുടെ സ്നേഹവും നമ്മുടെ ഇടപെടലും നമ്മുടെ സമീപനവും ഒക്കെയാണ് സ്വത്ത്. അപ്പം നമ്മൾ അങ്ങനെ ഇടപെടുന്നവരായിരിക്കണമെന്ന് ഈ കൂട്ടത്തിൽ ഞാനത് പറയുകയാണ്. അവിടുന്ന് സമയമായി ഞാൻ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ നേരത്തെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഈ വീട്ടുകാർക്ക് എന്താണ് ഇത്രയും വലിയൊരു സ്നേഹമുണ്ടാകാൻ കാരണമെന്ന് ചിന്തിച്ചപ്പോൾ സംഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ മക്കളിൽ ഒരാൾ ദൂരെ എവിടെയോ സുവിശേഷ പ്രവർത്തന രംഗത്താണെന്ന് മനസ്സിലായി. ആ കാരണത്താലാണ് അവരത്രയും വലിയ സ്നേഹം എന്നോട് കാണിച്ചത്. ഞാൻ ആ മുറ്റത്ത് നിന്ന് ഇറങ്ങി നടന്ന് താഴെ സൈക്കിളിൻ്റെ അടുത്ത് വന്നു. ആ സൈക്കിളിൽ കയറാൻ നേരത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ആ വീട്ടിലേക്ക് നോക്കി. ആ മുറ്റത്തിൻ്റെ കോണിൽ എന്നെ കാണത്തക്ക പോലെ നിന്ന് അപ്പച്ചൻ കൈ ഉയർത്തി കൈ വീശി എന്നെ കാണിച്ചു. ഞാനും കൈ വീശി. അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ദൈവമേ എന്നെങ്കിലും ഒരിക്കൽ ഈ അപ്പച്ചനോട് ചേർന്നിരുന്ന് അല്പം ഭക്ഷണം കഴിക്കാൻ ഒരവസരം തരണമെന്ന്. പക്ഷേ അതിന്നും നടക്കാത്ത സ്വപ്നമായി, ആഗ്രഹമായി അവശേഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല. എങ്കിലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ വീട്ടിൽ വരുന്ന ചില ആളുകളെങ്കിലും ആ സമീപനവും നമ്മുടെ ഇടപെടലും കൊണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോ വളരെ കൃത്യമായി പതിയുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ഞാൻ അവിടുന്ന് വീണ്ടും സൈക്കിൾ മുമ്പോട്ട് യാത്ര തുടർന്നു. കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വഴിവക്കിൽ ഒരു വൃദ്ധൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സൈക്കിൾ നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എൻ്റെ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് അദ്ദേഹത്തിന് കൊടുത്തു. കെട്ടിനകത്തുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കുറച്ചെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അതൊക്കെ അദ്ദേഹം പാവം കഴിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം അന്വേഷിക്കുക, എന്താണ് അപ്പച്ചൻ കരയുന്നത്, അല്ലേ അച്ചായൻ കരയുന്നത് എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏക മകൻ അദ്ദേഹത്തെ തല്ലി വീട്ടിൽ നിന്ന് ഇറക്കിയിരുന്നു. തല്ലി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് കരയുകയാണ്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, ആശ്വസിപ്പിച്ചു. ആ ആശ്വാസത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം എനിക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, കുറേ നേരം ഇരുന്ന് പോകണമല്ലോ, വൈകുന്നേരമായി. ഞാൻ അവിടുന്ന് അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇതാ വരുന്നത് എൻ്റെ മോനെന്ന്. ഞാൻ അയാളുടെ പേര് അപ്പച്ചനോട് ചോദിച്ച് മനസ്സിലാക്കി. ആ മകൻ ഞങ്ങളുടെ മുമ്പിൽ കൂടെ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ നോക്കി. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. വന്നു. അടുത്തൊരു കല്ലിൻ്റെ പുറത്ത് അയാളെ ഇവിടെ ഇരുന്നു. ഞാൻ അയാളോട് കുറേ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാൻ അയാളുടെ മുഖത്തേക്കൊക്കെ കൺവീനികൾ നനയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഏതായാലും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും എതിര് പറഞ്ഞില്ല. അപ്പനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ബഹുസന്തോഷമായി. അങ്ങനെ അയാളുടെ അപ്പനെയും കൂട്ടി നടന്നു പോകുന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് വീണ്ടും ഞാൻ സൈക്കിളിൽ കയറി മുമ്പോട്ട് യാത്ര ചെയ്യും. കുറേ ദൂരം അങ്ങോട്ട് ഇപ്പോൾ ഉയർന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. ചുവന്ന സൂര്യൻ മലകൾക്കിടയിലേക്ക് ഊഴ്ന്നിറങ്ങുമ്പോൾ എന്നെ നോക്കി സൂര്യൻ ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.